ഇന്ന് ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി മയക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഡാലിയത്തിൻ്റെ പാത്രങ്ങളെല്ലാം തന്നെ ഇതുപോലെ മയക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട്, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറാണ് ഉപയോഗിക്കേണ്ടത്, അതല്ലാതെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. ആ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യണത്. അല്ലാതെ സോപ്പ് വെച്ചിട്ടല്ല വാഷ് ചെയ്യണത്, ഉപ്പ് വെച്ചിട്ടാണ് ഫസ്റ്റ് വാഷ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ആ ഉപ്പും ഒക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു. ഇനി ഇത് അകവും പുറവും ഇതുപോലെ നന്നായിട്ട് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഉരുളി നന്നായിട്ട് കഴുകിയെടുത്തു. വെറും വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തത്. നമ്മളിതിൽ കൂടുതലായിട്ട് ഞാൻ സോപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ അരിപ്പൊടിയുടെ അളവും കൂട്ടണം കേട്ടോ. ചെറിയ ഉരുളിയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുത്താൽ മതി, കൂടുതൽ വലിയ ഉരുളിയാണെങ്കിൽ കൂടുതൽ അരിപ്പൊടി എടുക്കണം. അതിനുശേഷം ഈ അരിപ്പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. ഉരുളി ഏകദേശം ഉരുളിയുടെ 1/4 ഭാഗത്തോളം വെള്ളം വെക്കണം. ആദ്യം ഇതൊന്ന് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉരുളിയുടെ അടിഭാഗത്തൊന്നും ആവാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1 മണിക്കൂർ നേരം ഗ്യാസ് സ്റ്റൗവിൽ വെക്കണം. അതും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. കാരണം ഇത് ഒന്ന് തിളച്ചു കിട്ടാൻ തന്നെ കുറച്ചധികം സമയം വേണ്ടി വരും. അത് കാരണം ഹൈ ഫ്ലെയിമിൽ ഒരു 1 മണിക്കൂറിലും കൂടുതൽ വെച്ചെടുക്കേണ്ടി വരും. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. തിളച്ചു വന്ന അപ്പം തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. തിളച്ചു കഴിഞ്ഞാൽ പിന്നെയും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കത്തിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തിളച്ച അപ്പം തന്നെ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് 20 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ എങ്ങനെ വേണമെങ്കിലും തിളപ്പിച്ചെടുക്കാം. എങ്ങനെ തിളപ്പിച്ചെടുത്താലും ഈ വെള്ളം ഒരു ദിവസം രാത്രി മുഴുവൻ ഈ പാത്രത്തിൽ ഇതുപോലെ തന്നെ വെക്കണം. ഇതുപോലെ തന്നെ വെച്ച ശേഷം കാലത്ത് ഈ വെള്ളം എടുത്ത് കളഞ്ഞ് പിന്നെയും ഉപ്പ് വെച്ചിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ ആദ്യം കഴുകിയെടുത്തില്ലേ അതുപോലെ കഴുകിയെടുക്കണം. അപ്പോഴും സോപ്പോ വേറെ ഒരു ഡിറ്റർജൻറ്റോ ഇതിലേക്ക് ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. അരിപ്പൊടി ചേർത്ത് തിളപ്പിച്ച വെള്ളം കളഞ്ഞ് അത് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ എള്ളെണ്ണയോ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണയേക്കാളും നല്ലത് ഇതുപോലത്തെ ഓയിലുകളാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിലായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ സവാളയും ഓയിലും കൂടിയിട്ട് ഈ ഉരുളിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ആക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടികളും അതുപോലെ തന്നെ കടായികളും ദോശപ്പാനുകളും ഒക്കെ മയക്കിയെടുക്കണത്. നിങ്ങൾ ഈ ഉരുളി മയക്കിയെടുക്കണത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഡാലിയം പാത്രങ്ങളും കറക്റ്റായിട്ട് മയക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഇതിന്ന് കളഞ്ഞ ശേഷം ഈ എണ്ണ അതുപോലെ അതിൽ വെച്ചിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് ഇത് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കാം. പിറ്റേ ദിവസം കാലത്ത് ഉപ്പിട്ടിട്ട് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലെ 3 വട്ടം നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട്. 3 പ്രാവശ്യം നമ്മൾ ഉപ്പിട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത്. അതല്ലാതെ ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുന്നില്ല. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഉരുളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളി നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയക്കുറവാണ്, ഇത്രയും സമയം ഉരുളി മയക്കിയെടുക്കാനില്ലെങ്കിൽ ഇപ്പോൾ തലേ ദിവസം തന്നെ സവാള വറുത്തെടുത്ത എണ്ണ നേരെ കളഞ്ഞിട്ട് ഉപ്പിട്ട് കഴുകിയിട്ട് നേരിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ദിവസം കൂടി കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതാവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഇത് എണ്ണ പുരട്ടിയിട്ട് സൂക്ഷിച്ച് വെക്കാം. കൂടാതെ ഇടയ്ക്ക് വെയിലത്ത് വെക്കുന്നതും കുറച്ചും കൂടി നല്ലതാണ്. പുതിയൊരു വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.